എല്ലാവർക്കും നമസ്കാരം. കുറച്ച് മാസങ്ങളായി ഹൈറിച്ചിനെ കുറിച്ചു ചൂടേറിയ വാർത്തകളാണ് സോഷ്യൽ മീഡിയയിലും മറ്റു വാർത്താ മാധ്യമങ്ങളിലും വന്നുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന്, ഇതിനുവേണ്ടി ഹൈറിച്ചിനെതിരെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു നെഗറ്റീവ് ഗ്രൂപ്പും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവരുടെ ഗ്രൂപ്പിലുള്ള വരുന്ന വോയിസുകൾ കേട്ടാൽ മനസ്സിലാവൂ ഇവരുടെ ലക്ഷ്യം എന്താണ് എന്ന്. ഇവർക്ക് ഇതുകൊണ്ടുള്ള നേട്ടമെന്താണ്? ഹൈറിച്ചിൽ അസോസിയേറ്റ് ചെയ്തവരെ ഇവർ പരിഹസിച്ചുകൊണ്ടിരിക്കുന്നത് ഗ്രൂപ്പിൽ നിത്യസംഭവമാണ്. അതുപോലെ അനിൽ അക്കരെ എന്ന കോൺഗ്രസുകാർക്ക് പോലും വേണ്ടാത്ത പണം എവിടെ കണ്ടാലും കൈയിട്ടുവാരുന്ന MLA എന്തിനാണ് ഹൈറിച്ചിനെതിരെ കേസ് കൊടുത്തത്? അതുപോലെ മറ്റൊരു റിട്ടയർഡ് മുൻ പോലീസ് ഓഫീസർ വത്സൻ, അയാൾ ഇപ്പോഴും ഇതിന്റെ പിറകിലാണ്. അയാൾക്ക് എന്താണ് ലാഭം? ഇയാൾ പല കമ്പനികളിൽ നിന്നും പണം വാങ്ങിയിട്ടുണ്ട് എന്ന് നിയമസഭയിൽ പോലും ആരോപണം ഉണ്ടായിട്ടുണ്ട്. ഇവരുടെയൊക്കെ ലക്ഷ്യം എന്താണ്? പണം. പണം മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. ഇവർ ആദ്യം പരാതി കൊടുത്തത് ലോക്കൽ പോലീസിലാണ്. അവരെ വിശ്വാസമില്ലാതായപ്പോൾ. പിന്നീട് പരാതി കൊടുത്തത് ക്രൈം ബ്രാഞ്ചിലാണ്. അവരെയും വിശ്വാസമില്ലാതായപ്പോൾ EDക്ക് പരാതി കൊടുത്തു. EDയെ വിശ്വാസമില്ലാതായി വന്നപ്പോൾ ഇവർ CBIക്ക് പരാതി കൊടുത്തു. എന്തുകൊണ്ടാണ് ഇവർ ഇത്രമാത്രം ഊർജ്ജസ്വലമായി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്? ഇവിടെയാണ് നാം ചിന്തിക്കേണ്ടത്. ഇതിന്റെ പിന്നിൽ ആരാണ്? ഏതൊക്കെ ഫിനാൻഷ്യൽ കമ്പനികൾക്ക് വേണ്ടിയാണ് ഇവർ ഏജൻസികളായി പ്രവർത്തിക്കുന്നത്? ഇവന്മാരുടെ പല കഥകളും പിറകെ വരാനുണ്ട്. ഇതിന്റെ കൂടെ കണ്ണവച്ച ഒരു കുറുക്കനുമുണ്ട്. മറ്റുള്ളവരുടെ ചോര ഊറ്റിക്കൊണ്ട് ഉണ്ടാക്കുന്ന പണം കൊണ്ടാണ് ഇവൻ ഇപ്പോൾ കുടുംബം പോറ്റുന്നത്. ഇവർ എത്ര കമ്പനികളെ ഇതുപോലെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്? എത്ര കമ്പനികളിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട്? എത്ര കോടി രൂപയുടെ സ്വത്ത് ഉണ്ടാക്കി? ആരുടെയൊക്കെ പേരിൽ ഇവർ സ്വത്ത് രജിസ്റ്റർ ചെയ്തു കൊടുത്തിട്ടുണ്ട്? പതിനായിരക്കണക്കിന് ആളുകളുടെ ജീവിതം തകർത്തുകൊണ്ടാണ് ഇവർ പണം ഉണ്ടാക്കുന്നത്. ഇനി നിങ്ങൾ പറയൂ, CBI അന്വേഷണം വേണ്ടത് ആർക്കെതിരെയാണെന്ന്? കാത്തിരുന്നു കാണാം. എല്ലാ കള്ളവും ഒരിക്കൽ പുറത്തുവരണം. താങ്ക് യു.